നേരം പരപരാന്ന് വെളുക്കുമ്പോഴേ എണീറ്റ് റെഡിയായി 4:45 വീട്ടിൽ നിന്നിറങ്ങി 6 മണിക്ക് മുമ്പ് എത്തിയാലേ ആദ്യത്തെ ടോക്കൺ കിട്ടത്തുള്ളൂ. എവിടാണെന്നല്ലേ? കുറിച്ചി ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ റിസർച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് സ്ഥാപനമാണ്. ഇവിടുന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ മേടിക്കാറുണ്ട്. അപ്പോൾ രാവിലെ വന്നാൽ ആദ്യത്തെ ടോക്കൺ കിട്ടും. അതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഹസ്ബൻഡിന് ജോലിക്ക് കറക്റ്റ് സമയത്ത് എത്താനും പറ്റും. അതുകൊണ്ട് ഞങ്ങൾ വന്ന് ആദ്യത്തെ ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണുന്നതാണ് പതിവ്. ഇന്നും രാവിലെ 5:45 ഇങ്ങെത്തി. 6 മണിയായപ്പോൾ ആദ്യത്തെ ടോക്കൺ ഞങ്ങൾക്ക് തന്നെ കിട്ടി. ആരും എത്തിയിട്ടില്ല, 1-2 പേരെ വന്നിട്ടുള്ളൂ. സമയമൊന്നും ആയിട്ടില്ലല്ലോ, എല്ലാവരും എണീറ്റ് ഉണർന്നൊക്കെ വരുന്നതേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് വന്നൊരു 7 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ടോക്കൺ കൊടുത്തു തുടങ്ങും. ടോക്കൺ നമ്മളെ ഒന്നാമത് വിളിക്കും, പിന്നീട് ഓരോ ഡോക്ടർമാരുടെ അനുസരിച്ചിട്ട് തിരിച്ചു വിടും. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നാമത്തെ ടോക്കൺ തന്നെ 7 മണിയായപ്പോൾ ആൾ വന്നു. ഒന്നാമത്തെ തന്നെ ടോക്കൺ തന്നെ ഞങ്ങളുടെ ഡോക്ടറിന് കിട്ടി. ഇനിയിപ്പോൾ പതുക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ ക്യാൻറ്റീനുണ്ട്. വളരെ നീറ്റാണ്, നല്ല ഫുഡുമാണ്. ഞങ്ങളവിടെ പോയി നമ്മുടെ ദോശ, ചമ്മന്തി, കോഫി അതൊക്കെയാണ് സാധാരണ കഴിക്കാറ്. എല്ലാം ഉണ്ട്. പൊറോട്ട, ഇഡ്ഡലി, ഇടിയപ്പം, അപ്പം എല്ലാം കിട്ടും. പക്ഷെ ഞങ്ങൾ സാധാരണയാണ് നല്ല ദോശ കിട്ടും, ചൂട് ദോശയും ചമ്മന്തി. ഞങ്ങളതാണ് സാധാരണ കഴിക്കുന്നത്. പതിവ് പോലെ ഞങ്ങളിന്നും ഇതൊക്കെ ക്യാൻറ്റീനിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഡോക്ടർ വരും. ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേനും ഡോക്ടറിനെ കണ്ട് ഫാർമസി ഓപ്പൺ ആകുമ്പോഴത്തേനും മരുന്ന് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോകാമല്ലോ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാണ്. അതൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ കൊടുക്കാം. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പലർക്കും ഹോമിയോപ്പതിയിൽ വലിയ വിശ്വാസം ഇല്ലെങ്കിലും ഞങ്ങളുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ഞങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിട്ടാണ് തോന്നിയത്. നല്ല മിടുക്കന്മാരായ ഡോക്ടേഴ്സുണ്ട്, പല നാടുകളിൽ നിന്നുള്ള ഡോക്ടേഴ്സുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമുള്ളതല്ല, മിക്കവാറും ഡോക്ടേഴ്സ് ഹിന്ദിക്കാരുണ്ട്, അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീന്. വളരെ നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപേഷ്യൻസും ഉണ്ട്. അവരിവിടെ വന്നാണ് ഫുഡ് മേടിച്ചുകൊണ്ട് പോകുന്നത്. വന്ന് ഫുഡ് മേടിച്ച് പോവുകയാണ് പതിവ്. അങ്ങനെയാണ്. അവിടെ ഫുഡ് കൊണ്ടുപോയി സെർവ് ചെയ്യുന്ന പതിവില്ല. അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ വന്നു. ഞങ്ങൾ സീറ്റ് തപ്പുകയാണ്. സീറ്റ് തപ്പി സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ പതുക്കെയായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് പതിവ് പോലെ ദോശയാണ്. ദോശ, ചമ്മന്തി, കോഫി ഒക്കെ പതിവ് പോലെ എത്തി. ഇതിനിടെ വീഡിയോ ഒന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്, സോറി. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ